നമ്മളിവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോഹില ഡാം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ബീർസിംഗ്പൂർ പാലി എന്ന സ്ഥലത്ത് പിന്നെ ഈ കാണുന്ന മനോഹരമായ ഡാം. ഈ ഡാമിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇവിടെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ പ്രമുഖമായിട്ടുള്ളൊരു CBSE സ്കൂൾ നടത്തുന്ന നമ്മുടെ ഡയറക്ടർ സാർ സെബാസ്റ്റ്യൻ സാറുണ്ട് ഇവിടെ. സാർ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. സാർ ഇവിടെ 30 വർഷമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രദേശത്തിൻ്റെ പേരെന്താണ്, എന്താണ് ഈ ഡാമിൻ്റെ പ്രത്യേകത? ഈ ഡാം മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സഞ്ജയ് ഗാന്ധി തെർമൽ പ്രൊജക്റ്റിലേക്ക് ഉള്ള വാട്ടർ റിസർവോയർ എന്ന ഡാമാണ്. അതുകൂടാതെ ഇതിൻ്റെ താഴെ ഈ സഞ്ജയ് ഗാന്ധി തെർമൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി 100 മെഗാവാട്ടിൻ്റെ ഒരു ഹൈഡൽ പ്രൊജക്റ്റ് കൂടിയുണ്ട്. അതിലേക്ക് കൂടിയാണ് ഈ വെള്ളം എടുത്തത്. ഇത് വളരെ സുന്ദരമായ ഒരു ഏരിയയാണ്. ഇവിടെ മധ്യപ്രദേശിലെ ഒരു വില്ലേജ് ആണെങ്കിൽ കൂടി ഈ കാണുന്ന ഭാഗം സുന്ദർദാദർ എന്ന് പറയുന്ന ഏരിയ ആണത്. വളരെ നല്ല കൃഷി ഫീൽഡുകളും വളരെ കൾട്ടിവേഷനൊക്കെ ഉണ്ട്. അത് സത്യത്തിൽ വളരെ സുന്ദരമാണ്. ആ ഏരിയയിൽ നിന്നും കൂടിയുള്ള വെള്ളം ഈ റിസർവോയറിലാണ് വരുന്നത്. പിന്നെ ഈ നമുക്ക് കാണാൻ കഴിയും സഞ്ജയ് ഗാന്ധിയുടെ തെർമൽ പ്രൊജക്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കൽക്കരി കത്തിച്ച് അത് ആ ചൂടിൽ നിന്നും ഉള്ള കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന തെർമൽ പ്രൊജക്റ്റാണിത്. ഇത് വളരെ ജൈജാൻറ്റിക്കായ പ്രൊജക്റ്റാണ്. നമ്മുടെ കേരളത്തിലുള്ളത് പോലെയുള്ള പ്രൊജക്റ്റ് അല്ലിത്. ഇവിടെ ഓൾമോസ്റ്റ് 1200 മെഗാവാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. 500 മെഗാവാട്ടിൻ്റെ 2 പ്ലാന്റുകളും ഒപ്പം 200ൻ്റെ 4-5 പ്ലാന്റുകളും ഇതിനകത്തുണ്ട്. അത് മധ്യപ്രദേശിൻ്റെ ഒരു 75% കറണ്ട് ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ വന്ന് കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് വന്ന എനിക്ക് ഇത്രയും വർഷം 30 വർഷമായിട്ടും ഒരു ലൈഫിന് ഒരു ബോറിംഗ് ഉണ്ടായിട്ടില്ല. വളരെ നല്ല സ്ഥലമാണ്, ശാന്തമായ സ്ഥലമാണ്. ഒരു എക്സ്ട്രീമിസ്റ്റോ അതുപോലെ ഒരു പ്രോബ്ലംസും ഈ മധ്യപ്രദേശിൻ്റെ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് തുമ്മി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. സുന്ദർദാദർ കഴിഞ്ഞു പോകണം തുമ്മിയിലേക്ക്. അവിടെ വളരെ പ്രകൃതി രമണീയമായ വളരെ സ്ഥലമാണത്. അതുകൂടാതെ അവിടെ ഒരു സ്റ്റീപ്പ് ഗഡ് കൂടിയുണ്ട്, ഒരു പർവ്വതം കൂടിയുണ്ട്. അവിടെ എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 60 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള മുഴുവൻ ടൗണുകളും നമുക്ക് കാണാൻ കഴിയും. സഞ്ജയ് ഗാന്ധി പവർ പ്രൊജക്ട് ലിമിറ്റഡ്സിൻ്റെ ആഷ് ഡാമിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു തെർമൽ പവർ പ്രൊജക്റ്റിന് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറാണ് ആവശ്യമുള്ളതെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണിത്. ഇത് ആഷാണ് ഇതിനകത്ത് കാണുന്നത്, നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാർ ഇവിടെ ഉണ്ട്. സാറേ, നമ്മുടെ പിന്നിൽ കാണുന്നത് എന്താണ്? ഈ കാണുന്നത് പുറകിലെ ഇത് ഡാമാണോ അതോ എന്താ ഇത് ഈ കാണുന്നത്? ഇത് ഒരു ഡാം തന്നെയാണ്. പക്ഷേ ഇത് സാധാരണ ആൾക്കാർക്ക് പരിചയമില്ലാത്തൊരു ഭാഗമാണ്. തെർമൽ പ്രൊജക്ട് സാധാരണ ആൾക്കാർ കാണാറുണ്ട്, നമ്മൾ അതിനെപ്പറ്റി പഠിക്കാറുണ്ട്, അതിനെപ്പറ്റി വിശദീകരിക്കാറുണ്ട്. പക്ഷേ ആഷ് ഡാം സാധാരണ നമ്മളെപ്പോഴും കാണാത്ത ഒരു സംഭവമാണ്. ഈ ഡാമിൽ നിന്ന് കരി കത്തിച്ചിട്ടുണ്ടാകുന്ന ചാരത്തെ നീക്കം ചെയ്യുന്ന ഒരു ഭാഗമാണ്. ചാരത്തിന്റെ ഒരു സിംഹഭാഗവും ട്രക്കിലേക്ക് സിമെന്റ് ഫാക്ടറിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന ചാരം അത് സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇത് പരിപാടി. ഈ ആഷ് ഡാം ഇല്ല എങ്കിൽ ഈ ചാരം ഈ മുഴുവൻ ഡിസ്ട്രിക്റ്റിനെ നശിപ്പിക്കാൻ മാത്രമുള്ള ചാരമുണ്ട്. ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് ഡാമിൽ ചെന്ന് നമ്മുടെ പവർ ഹൗസിൽ ചാരത്തോട് മിക്സ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചുവിടും. ദൂരെ കാണുന്ന ടവറുകളാ പവർ ഹൗസിന്റെ പോക്കടലുകളാണ് കാണുന്നത് അല്ലേ? അതാണ് പവർ ഹൗസ്. പവർ ഹൗസ് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 3.5 കിലോമീറ്ററോളം ദൂരെയാണ്. അവിടെ ഈ വെള്ളം പോവുകയും ആ വെള്ളത്തിലൂടെ ചാരം കലക്കി മറ്റൊരു പൈപ്പിലൂടെ വെള്ളത്തെ ഇങ്ങോട്ട് പമ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വെള്ളം ഇവിടെ ഈ ഡാമിന്റെ സൈഡിൽ എത്തുന്നതോടെ ചാരം ഡിപ്പോസിറ്റ് ചെയ്ത് വെള്ളം മാത്രമാണ് ഇവിടെ എത്തുന്നത്. അതിനുശേഷം വെള്ളം വീണ്ടും ഡാമിലേക്ക് പമ്പ് ചെയ്യുന്നു. ഈ ഡാം ഇല്ല എങ്കിൽ ഇവിടുത്തെ ഈ ചാരം ഈ ഉമ്മരിയ ഡിസ്ട്രിക്ട് മുഴുവൻ ചാരം കൊണ്ട് അഭിഷേകം ചെയ്ത് നശിപ്പിക്കുകയാണ്. അത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഉമ്മരിയ ഡിസ്ട്രിക്ട് തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആഷ് ഡാമിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു ശരിക്കും ഒരു സാധാരണ വെള്ളത്തിൻ്റെ ഒരു വ്യൂ അല്ല ഇതിൽ നിറച്ച് ചാരമാണ്. ചാരത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തെർമൽ പവർ പ്രൊജക്റ്റ് അത് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിക്കുന്ന സ്വിച്ച് ഇടുമ്പോൾ വൈദ്യുതി നമ്മുടെ ലൈറ്റ് കത്തുന്നു. പക്ഷേ എത്രത്തോളം അധികം ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഒരു യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് തെർമൽ പവർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. വൈദ്യുതി അമൂല്യമാണെന്നുള്ള പറയുന്നതിനുള്ള പ്രധാന കാരണമാണത്.
അത് പവർ പ്ലാന്റ് ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. അതിനുവേണ്ടി കോൾ നമുക്ക് കൽക്കരി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ പ്രോഗ്രാംസ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇത് വളരെ ചിലവേറിയ കാര്യമാണ്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ ആഷ് ഡാം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ സംവിധാനങ്ങൾ ഇതൊക്കെ വളരെ ചിലവേറിയതാണ്. ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഉൽപ്പാദിപ്പിക്കുക, പവർ പ്രൊഡക്ഷൻ നടത്തുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ടാക്സ് പെയറുടെ നമ്മുടെ തന്നെ പണം ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഉത്തരവാദിത്തമുള്ള സിറ്റിസൺസായിട്ട് നമ്മൾ വൈദ്യുതി വളരെ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു മനോഹാരിത കൂടെ ഞാൻ പറയുകയാണ്. എത്ര മനോഹരമാണ് ഇത്! മഴക്കാലത്ത് ഈ പ്രദേശം കാണാൻ വളരെ മനോഹരമാണ്. അല്ലാത്ത സമയത്തും വളരെ സുന്ദരമായിട്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ മധ്യപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ കാഴ്ചകൾ. താങ്ക് യു.